വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോസേജ് റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന സോസേജ് നമുക്കതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സോസേജ് എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട് നമുക്കിതിനൊന്നും കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ സോസേജ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത സോസേജ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് സവോള എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളേക്ക് അതിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ടിട്ടതിന് ശേഷം അതിനൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് ചേർക്കാം. ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മീഡിയം സൈസ് സവോളയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കണം. ആക്ച്വലി സോസേജിലൊരു കുറച്ച് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കി വേണം ചേർക്കാൻ, കൂടുതലാകാൻ പാടില്ല. കുറച്ച് ഉപ്പും കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി കൂടി ചേർത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർന്ന് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്കിതിനെ വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ട് വഴറ്റുമ്പോൾ ചെയ്യണം, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോകും. ഈ സമയത്തേക്ക് നമുക്ക് ഈ പച്ചമണെല്ലാം മാറി ഈ സമയത്തേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ചേർക്കാം. നമുക്കിതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്തിരിക്കുന്നത്. ആ തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഒരു 2 മിനിറ്റ് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. കാരണം തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞ് വരുന്നത് ഒരു വെന്ത് വരുന്നത് നമുക്ക് 2 മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന സോസേജും കൂടി ചേർത്ത് നന്നായി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോസേജ് റെഡിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. റെസിപ്പി എൻ്റെ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സും കൂടി ഒന്ന് അറിയിക്കണം. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോസേജ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.